നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് 2025 മാർച്ച് മാസം 28 വെള്ളിയാഴ്ച. ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സായിമ്പത്തിക്കനിലമെ ഇച്ഛ അപ്പെട്ടും. ക്ഷത്രിയ പ്രവൈർത്തക്കാർക്ക് ഗുണപരമായ വാരം. ജോലിയിൽ സ്ഥലം മാറ്റം. ആശുപത്രി മുതലായ സ്ഥാപനങ്ങളിൽ നടത്തുന്നവർക്ക് അത്ര ഗുണകരമായ വാരമല്ല. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളിൽ പങ്കെടുക്കും. കിട്ടാനുള്ള വസ്തുവകകൾ ഇന്നു ചേരും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം. ശരീരക്ഷീണം, നീർവീഴ്ച എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കുക. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ ബിസിനസ്സിൽ ഗുണം. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. യാത്രക്കായിൽ മാറ്റി വയ്ക്കേണ്ടി വന്നേക്കും. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ജോലിയിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടാകും. കലാരംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരം. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല കാലം. കൃഷി സംബന്ധമായി നഷ്ടങ്ങൾ സംഭവിച്ചേക്കും. മകരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സർവ്വവിഘ്നങ്ങളും നീങ്ങും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. തൊഴിൽ രംഗം മെച്ചപ്പെടും. വിവാഹം നടക്കും. അധ്യാപകർക്ക് ജോലിഭാരം കൂടും. ശനിരോഗത്തിന് സാധ്യത. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. എഴുത്തുകാർക്ക് പ്രശസ്തി വർദ്ധിക്കും. തർക്ക വിഷയങ്ങളിൽ വിജയം. വ്യവസായശാലയിൽ പണിമുടക്ക് വരും. പൂർണ്ണായിർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കും. സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ദൂരയാത്ര ചെയ്യേണ്ടി വരും. മോയിൻകോപ്പം മൂലം മറ്റുള്ളവരുടെ വിരോധത്തിനിടവരുത്തും. ശാരീരികമായി സുഖം കുറയും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം എതിർപ്പുകളെ അതിജീവിച്ചു മുന്നേറും. നറുക്കെട്ടു അപ്പീൽ വിജയിക്കും. ധനലാഭങ്ങൾ ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശയാത്ര ചെയ്യേണ്ടി വരും. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സന്താനങ്ങളെ കൊണ്ട് ശ്രേയസ്സു ഉണ്ടാകും. ക്ഷത്രിയക്കാർക്ക് നല്ല സമയം. കലാകായികരംഗത്തുള്ളവർക്ക് പ്രശസ്തി ഉണ്ടാകും. ഊഹക്കാഴ്ചവട്ടക്കാർക്ക് നഷ്ടം. വിദ്യാർത്ഥികൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. കൃഷി സംബന്ധമായി ഗുണമുണ്ടാകും. യാത്രയിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ഭാര്യയുമായി അകൽച്ച വരും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം എഴുത്തുകാർക്ക് പുരസ്കാരം. ഉദ്യോഗാർത്ഥികൾക്ക് ഗുണഫലം. പുതിയ സംരംഭങ്ങൾ തുടങ്ങും. ക്ഷത്രിയ പ്രവർത്തകർക്ക് സമമർദ്ദം ഉണ്ടാകും. ജീവിത ശൈലിയിൽ മാറ്റം. പങ്കാളിയുമായി അസ്വാരസ്യം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സന്താനലബ്ധി ഉണ്ടാകും. ഉന്നതവ്യ കത്തികളുമായി ബന്ധപ്പെട്ട് വരും. കാർഷിക മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. രോഗങ്ങൾ മൂലം ആശുപത്രിവാസം വേണ്ടി വരും. പുതിയ കമ്പനികളിൽ ജോലി സാധ്യത. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഭക്തിമാർഗങ്ങളിൽ സമയം ചെലവഴിക്കും. നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ കിട്ടും. അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടും. യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കുക. സഹോദര തുല്യരിൽ നിന്നും ശത്രുതയുണ്ടാകും.
ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സാമ്പത്തികാഭിവൃദ്ധിയുണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയം. സതക-ഇർമമങ്ങാഴ്ചയും. വിദേശയാത്ര തരപ്പെടും. പ്രണയ സാഫല്യം. വാഹനലാഭം. ഹോട്ടൽ, റിസോർട്ട് മേഖലയിൽ സാമ്പത്തികമാന്ദ്യം അനുഭവപ്പെടും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വാഹനം മാറ്റി വാങ്ങും. പുതിയ ഗൃഹം നിർമ്മിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം. വൈദ്യശാസ്ത്ര രംഗത്തു പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. സുഹൃത്തുക്കളുടെ വാക്ക് കേട്ട് ചതിയിൽപ്പെടാൻ സാധ്യത. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മികച്ച അവസരം. വളരെ കാലമായി കാണാനാഗ്രഹിച്ചിരുന്നവരെ കണ്ടുമുട്ടും. മുൻനിശ്ചയിച്ച വിവാഹത്തിന് തടസ്സം നേരിടും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ ചില ഏജൻസി ഏർപ്പാടുകൾ തുടങ്ങാൻ ശ്രമിക്കും. പൊതുകാര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഉത്സാഹം കൂടും. ബാങ്കിൽ അടയ്ക്കേണ്ട ലോണുകൾക്ക് ജപ്തി നേരിടേണ്ടി വരും. മനഃസുഖം കുറയും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കലാ സാഹിത്യ പ്രവർത്തനം മൂലം ഗുണാനുഭവം. നാണ്യവിളകളിൽ നിന്നും അപ്രതീക്ഷിത വരുമാനം. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വിജയം. ശത്രുശല്യം വർദ്ധിക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. ചെറുയാത്രകൾ ഗുണം ചെയ്യും. സിനിമ, സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം. ഭക്ഷ്യവിഷബാധ ശ്രദ്ധിക്കുക. സ്ഥാനമാനങ്ങളും ധനാഗമവും ഉണ്ടാകും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ കരാറുകളിൽ ഏർപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം. കൂട്ടുകാഴ്ച വട്ടത്തിൽ നഷ്ടം. ജനവിയോഗം അനുഭവിക്കേണ്ടി വരും. ആരോഗ്യം തൃപ്തികരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പൊതുപ്രവർത്തകർക്ക് ശോഭിക്കാൻ കഴിയും. കൈർമമ മേഖലയിൽ തിളങ്ങാൻ അവസരം. സ്ത്രീകൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിൽ വരാതെ ശ്രദ്ധിക്കുക. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ക്രയവിക്രയങ്ങളിൽ നേട്ടം. അലങ്കാര വസ്തുക്കൾ വാങ്ങും. ജോലിയിൽ അധികാരപരിധിയും ഉത്തരവാദിത്വവും വർദ്ധിക്കും. ശനി വാതരോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ജോലിയിൽ സംതൃപ്തി ഉണ്ടാകും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. മക്കളുടെ ഉപരിപഠനത്തിന് പണം ആവശ്യമായി വന്നേക്കാം. അന്യരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കാതിരിക്കുക. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കാർഷിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടം. വിഷാദരോഗങ്ങൾക്ക് ചികിത്സ തേടും. ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത മൂലം വ്യവസായത്തിൽ തടസ്സമുണ്ടാകും. മനസമാധാനം നഷ്ടപ്പെടും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മാറ്റി വച്ച വിവാഹം നടക്കും. പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. സർക്കാരാനുകൂല്യങ്ങൾ ലഭിക്കും. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും. ആരോഗ്യപരമായി ഗുണം കുറയും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സാമ്പത്തിക നില മെച്ചപ്പെടും. കൂട്ടുകാഴ്ച വട്ടത്തിൽ നിന്നും ലാഭം വർദ്ധിക്കും. സന്നദ്ധ യോഗം കാണുന്നു. വ്യവസായത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക. ഹൃദ്രോഗ സംബന്ധമായി ചികിത്സ തേടാനിടയുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വ്യവഹാരങ്ങളിൽ അപ്രതീക്ഷിത വിജയം. ആയുർവേദ ചികിത്സ മൂലം ആരോഗ്യം പുഷ്ടിപ്പെടും. സാഹസിക പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുക.
സ്ത്രീകൾക്ക് വാശിനിയ ഇന്ദ്രിക്കായിൻ കഴിയാത്തതു മൂലം മനഃക്ലേശം നേരിടാം.